അവിശ്വസനീയമായിട്ടുള്ള ഒരു ഘടകം അതിലുണ്ട്. എന്താന്ന് വെച്ചാൽ മഹാദേവനും മഹാവിഷ്ണുവും, അതായത് ശ്രീ ശിവനും അതേപോലെ ശ്രീകൃഷ്ണനും, ഇവര് രണ്ടുപേരും കൂടി അതിഗംഭീരമായിട്ട് യുദ്ധം ഉണ്ടായ കഥയാണ് ബാണചരിതം. അപ്പൊ എങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ഇങ്ങനെ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ നമ്മള്. മഹാദേവൻ എന്ന് പറഞ്ഞാൽ വൈഷ്ണവാനാം യഥാശംഭു എന്ന് ഭാഗവതം തന്നെ പറയും. ഏറ്റവും വലിയ വൈഷ്ണവന്മാരിൽ വെച്ച്, ഏറ്റവും വലിയ ഭക്തന്മാരിൽ വെച്ച് ഉത്തമൻ എന്ന് പറയുന്ന ആളാണ് മഹാദേവൻ. അത്രയ്ക്ക് അധികം ശ്രീകൃഷ്ണ പ്രേമമുള്ള ആളാണ് മഹാദേവൻ. അങ്ങനെയുള്ള മഹാദേവൻ ഈ കൃഷ്ണനോട് തന്നെ യുദ്ധത്തിന് പോയി എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമല്ലേ? ഹരിയും ഹരനും തമ്മിൽ എങ്ങനെയാ യുദ്ധം ഉണ്ടാവുക? കാരണം ഒരേ ബ്രഹ്മത്തിന്റെ രണ്ട് സ്വരൂപങ്ങളാണ് അവർ രണ്ടുപേരും. അപ്പൊ എങ്ങനെയാണ് ആ യുദ്ധം ഉണ്ടായത്, എങ്ങനെയാണത് സംഭവിച്ചത് എന്നുള്ള കഥയ്ക്ക് കടക്കുമ്പോഴാണ് നമ്മൾ ബാണചരിതത്തിലേക്ക് കടക്കുക. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നാരായണീയത്തിലെ 82ാമത്തെ ദശകത്തിലേക്ക് പ്രവേശിക്കണം. ഈ ദശകവും ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാൻ എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമ. നിൽക്കട്ടെ പെറ്റുനോവിൻ കഥ രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ കൂട്ടിടേണ്ട. മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവൽ എത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ. പരമശിവനതാം ആചാര്യനെ കൈതൊഴുന്നിൻ. ഓം ജനകായ നമ, ഓം ജനന്യേ നമ, ഓം ഗം ഗണപതയേ നമ, ഓം ഗും ഗുരുഭ്യോ നമ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പ ശരണം. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പറഞ്ഞു ഭഗവാന് മുഖ്യരായിട്ട് 8 പത്നിമാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 3 പത്നിമാരെ ഭഗവാൻ സ്വീകരിച്ച കഥ 80ാമത്തെ ദശകം വരെയുള്ള ഭാഗത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ദശകത്തിൽ മറ്റ് 5 പത്നിമാരെയും കൂടി സ്വീകരിച്ച കഥയും, അതേപോലെ തന്നെ ആ നരകാസുരൻ, തൻ്റെ തന്നെ പുത്രനായിട്ടുള്ള ആ നരകാസുരനെ വധിച്ച് അവിടെ തടവിലുണ്ടായിരുന്ന ഭക്തകളായിട്ടുണ്ടായിരുന്ന 16,000 കന്യകമാരെ പത്നീപദം കൊടുത്ത് ആ ഭഗവാൻ അനുഗ്രഹിച്ച ആ കഥയും കൂടിയാണ് കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞത്. ഇനി ഈ ദശകത്തിൽ ഭഗവാന്റെ ആ ബാക്കി ആ വരണ ആ കുടുംബകഥ, കുടുംബവിശേഷം തന്നെയാണ് ഇനി പറയാനുള്ളത്. പണ്ട് ശ്രീപാർവതി ദേവി മഹാദേവനെ പതിയായി കിട്ടാൻ വേണ്ടിയിട്ട്, ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട് അതിഗംഭീരമായിട്ട് ഒരു തപസ് ചെയ്തു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? ശിവപുരാണമൊക്കെ പറയുമ്പോൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥയാണ്. ആ ഉമയുടെ തപസ്, എന്തിനാണ് തപസ് ചെയ്തത് എന്ന് വെച്ചാൽ, ആ സതീദേവി ആ ദക്ഷയാഗ സമയത്ത് ദേഹം ഉപേക്ഷിച്ചു. അങ്ങനെ ഉപേക്ഷിച്ച സമയത്ത് ആ സതീദേവി തന്നെ പുനരവതാരം, ആ ആദിശക്തി തന്നെ പുനരവതാരം ചെയ്തതാണ് ഹിമവാന്റെ പുത്രിയായിട്ട് പാർവതിയായിട്ട്. എന്നാൽ സതീദേവി ആ ദേഹം ഉപേക്ഷിച്ച സമയത്ത് മഹാദേവൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇനി തനിക്ക് ഒരു വിവാഹ ജീവിതം ഇല്ല, ഇനി താൻ ഒരിക്കലും ആ വിവാഹം അല്ലെങ്കിൽ ദാമ്പത്യം എന്നുള്ള ഭാവം ഇനി സ്വീകരിക്കില്ല എന്നുള്ളത് മഹാദേവൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാൽ മഹാദേവന്റെ പത്നിയാവാൻ തീരുമാനിക്കപ്പെട്ടവൾ, അല്ലെങ്കിൽ മഹാദേവന്റെ തന്നെ ആ പകുതിയാണ് ഈ ശ്രീപാർവതി ദേവി. അപ്പോൾ അത് കാരണം തന്നെ ആദിശക്തി പാർവതിയായി വന്ന സമയത്ത് മഹാദേവനെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട് അതിഗംഭീരമായിട്ട് തപസ് ചെയ്തു എന്നാണ് പറയുക. ഈ തപസ് പാർവതിയുടെ ആ ഒരു ഭാവം ഭഗവാനിലേക്ക് എത്തണം, ഭഗവാന്റെ പാദശുശ്രൂഷ ചെയ്യണം, പത്നീപദം അലങ്കരിക്കണം അല്ലേ, ആ ഭക്തിയോടുകൂടിയായിരുന്നു പാർവതിയുടെ ഉപാസന എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ലാഭം കിട്ടണ വേറെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു എന്ന്. അപ്പം അത് ആരാന്ന് ചോദിച്ചാൽ ദേവന്മാരായിരുന്നു. പണ്ട് താരകാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. അപ്പോൾ ആ താരകാസുരൻ
ഗംഭീരമായിട്ട് തപസ് ചെയ്തു. എന്താ തപസ് ചെയ്തിട്ട് വരം ചോദിച്ചത് എന്നുണ്ടെങ്കിൽ തനിക്ക് മരണം സംഭവിക്കാൻ പാടില്ല. നോക്കിക്കോളൂ, ഭാഗവതത്തിലായാലും മറ്റുള്ള പുരാണങ്ങളിലായാലും ഒക്കെ ഈ അസുരന്മാരെ തപസ് ചെയ്യുമ്പോൾ മിക്കവാറും ചോദിക്കുക ഇതാണ്, മരണം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അമരത്വം അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണം. അപ്പോൾ പിന്നെ അതിൻ്റെ പഴുതുകൾ എന്താണോ അതൊക്കെ അടയ്ക്കാൻ നോക്കും. നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ഹിരണ്യകശിപുവിൻ്റെ ഒക്കെ കഥ. ഇവിടെ ഈ താരകാസുരൻ മരണത്തിൻ്റെ പഴുത് എങ്ങനെയാണ് അടയ്ക്കാൻ നോക്കണമെന്ന് വെച്ചാൽ ചോദിക്കുകയാണ്, മഹാദേവപുത്രൻ്റെ കൈകൊണ്ട് മാത്രമേ എനിക്ക് മരണം ഉണ്ടാവാൻ പാടുള്ളൂ എന്ന്. ഇപ്പം ഈ താരകാസുരനും അറിയാം, കഥയൊക്കെ അറിയാം, എന്താ സതീദേവി ദേഹം ത്യജിച്ചതും അന്ന് മഹാദേവൻ തീരുമാനിച്ചതും ഇനി തനിക്ക് വിവാഹമില്ല എന്ന് തീരുമാനിച്ചതും ഒക്കെ അറിയാം. അപ്പോൾ മഹാദേവൻ ഒരിക്കലും ഇനി വിവാഹം കഴിക്കില്ല എന്നുള്ള ഉറപ്പ് മനസ്സിലുണ്ടായും കൊണ്ടാണ് ചോദിച്ചത്, മഹാദേവൻ്റെ പുത്രൻ്റെ കൈകൊണ്ട് മാത്രമേ എനിക്ക് വധം ഉണ്ടാവാൻ പാടുള്ളൂ, എനിക്ക് മരണം ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കാരണം തന്നെ പാർവതീദേവി തപസ്സിൽ ജയിക്കണം, മഹാദേവൻ പാർവതിയെ പത്നിയായി സ്വീകരിക്കണം, അങ്ങനെ അവർക്കൊരു പുത്രൻ ഉണ്ടാവണം എന്നുള്ളത് ഈ ദേവന്മാരുടെയും കൂടി ആവശ്യമായി തീർന്നു. അവർക്ക് അവിടെ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നർത്ഥം. എന്തായാലും അതിനു വേണ്ടിയിട്ട് പാർവതിയെ സഹായിക്കാൻ എന്നുള്ള മട്ടിൽ കാമദേവനോട് പറയുകയാണ് മാരബാണം ഭഗവാന്റെ നേർക്ക് അയക്കണം എന്ന്. അങ്ങനെ കാമദേവൻ പുറപ്പെട്ടു വന്നു, മഹാദേവന്റെ നേർക്ക് മാരബാണം തൊടുക്കാൻ ശ്രമിച്ചു എന്നാണ്. മഹാദേവൻ ആരാണ്? ശുദ്ധനാണ് മഹാദേവൻ, ഭോലേനാഥനാ പറയുക. പക്ഷെ ധിക്കാരം സഹിക്കില്ല എന്നാ പറയുക. മഹാദേവൻ തൻ്റെ നേർക്ക്, താൻ ഈ നിത്യബ്രഹ്മചര്യം അനുഷ്ഠിക്കണ തൻ്റെ നേർക്ക് ഈ ഒരു ഭാവത്തിലൂടെ കാമദേവൻ വരണമെന്ന് കണ്ട സമയത്ത് മൂന്നാം തൃക്കണ്ണ് തുറന്നു എന്നൊക്കെയാണ് പറയുക. പക്ഷേ ആ മഹാദേവന്റെ തപസ്സിൻ്റെ ശക്തി കാരണം ആ അഗ്നിയിൽ, അതിൻ്റെ ആ ഒരു തപനത്തിൽ സഹിക്കാൻ സാധിക്കാതെ കാമദേവൻ അവിടെ ദേഹം അങ്ങോട്ട് ഇല്ലാണ്ടായി, ഭസ്മായി പോയി എന്നാ പറയുക. എന്തായാലും കാമദേവൻ അങ്ങനെ ശരീരം നഷ്ടപ്പെട്ടു. ഇതറിഞ്ഞ കാമദേവന്റെ പത്നിയായ രതീദേവിക്ക് വളരെയധികം വിഷമായി, തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടുല്ലോ. ഈ മഹാദേവനെ തന്നെ ആരാധിച്ചുകൊണ്ട് അനേകം സംവത്സരം കഴിഞ്ഞു എന്നാണ് ഭർത്താവിനെ തിരിച്ചു കിട്ടാൻ, ഭർത്താവിനൊരു പുനർജന്മം, പുതിയൊരു ശരീരം കിട്ടാൻ വേണ്ടിയിട്ട് അനേകം വർഷം ആ മഹാദേവനെ അവിടെ ആരാധിച്ചു. അങ്ങനെ കഴിയണ സമയത്താണ് മഹാദേവൻ, നമ്മൾ പറയും വൈഷ്ണവാനാം യഥാശംഭു എന്നാ പറയുക, വൈഷ്ണവന്മാരിലെ ഏറ്റവും ആ ശ്രേഷ്ഠനായവൻ, അത്രയും വലിയ കൃഷ്ണഭക്തനാണെന്നാണ് പറയുക മഹാദേവനെ കുറിച്ച്. അപ്പോൾ ഭഗവാൻ നാരായണൻ കൃഷ്ണനായിട്ട് ഈ ഭൂമിയിൽ വന്ന് ജനിച്ചപ്പോൾ എല്ലാ ലീലകളും കണ്ട് ആസ്വദിക്കും മഹാദേവൻ. എന്താ ഭഗവാൻ ആ മണ്ണ് തിന്നതും, അതേപോലെ ആ യശോദ കെട്ടിയിട്ടതും അല്ലേ, അതേപോലെ കാളിയൻ്റെ മേലെ ആ നർത്തനം ചെയ്തതും അല്ലേ. താൻ താണ്ഡവാടണത് ഇതുവരെ ഒരു ഗംഭീരമായിട്ടുള്ള നർത്തനം ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ അതിനെ വെല്ലും ഗുരുവായൂരപ്പൻ്റെ കാളിയ നർത്തനം എന്ന് മഹാദേവൻ പറയുന്നുണ്ട്. അതേപോലെ ആ ഗോവർദ്ധനം എടുത്ത് പൊന്തിച്ചതും, ഈ കഥകളൊക്കെ ഭഗവാൻ ഓരോ ലീലകൾ ഇങ്ങനെ ആടുമ്പോൾ അതൊക്കെ പാർവതീദേവിയുടെ കൂടെ നിന്ന് ആ ആസ്വദിക്കും മഹാദേവൻ. ഇതേപോലെ ആ രാസക്രീഡ എന്ന് പറയുന്ന ലീല കണ്ട സമയത്ത് മഹാദേവൻ തീരുമാനിച്ചു എന്നാ. കാരണം എന്താണ്? കാമം എന്നുള്ള ഭാവത്തോടു കൂടിയാണ് ഗോപികമാരെ ഭഗവാനെ സമീപിച്ചത് എന്നുണ്ടെങ്കിലും കാമം എന്നുള്ളത് പൊതുവെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള ഒരു ഭാവമായിട്ട് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിലും ഈ കാമം തന്നെ ഭഗവോന്മുഖ ആവണ സമയത്ത് അത് ഭക്തിയായി തീരണു, അതി ഉത്കൃഷ്ടമായിട്ടുള്ള ഭക്തിയായി തീരണു എന്ന് ഗോപികമാരെ കാണിച്ചു കൊടുക്കുകയാണ്. മഹാദേവൻ ഗോപികമാരുടെ അടുത്ത് നിന്ന് അത് പഠിച്ചു എന്നാണ് പറയുന്നത്. ഇത് കണ്ടപ്പോൾ മഹാദേവന് സന്തോഷമായി. ശരി, ആ കാമദേവൻ അപകടകാരിയാണെന്നുണ്ടെങ്കിലും ആ ഭഗവോന്മുഖ ആവുമ്പോൾ അത് ശ്രേഷ്ഠ ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മന്മഥന്റെ പുത്രനായിട്ട് തന്നെ ആവാം ആ മന്മഥന്റെ ഇനിയുള്ള വരവ് എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ഭഗവാൻ ആ രുക്മിണി ദേവിയെ ആ പത്നിയായിട്ട് സ്വീകരിച്ച സന്ദർഭത്തിൽ ഇവിടെ പറയുന്നുണ്ട്, അനേകം വർഷം ആ മഹാദേവനെ ആരാധിച്ചതിന് ശേഷം രുക്മിണി ദേവിയും ഭഗവാൻ ശ്രീകൃഷ്ണനും അനേകം വർഷക്കാലം മഹാദേവനെ ആരാധിച്ചതിന് ശേഷം അവർക്കൊരു പുത്രനുണ്ടായി. ആ പുത്രൻ ഈ കാമദേവൻ തന്നെയാണ്. പ്രദ്യുമ്നൻ എന്ന പേരിൽ ഇതേ കാമദേവൻ തന്നെ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് വന്ന് ജനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ പ്രദ്യുമ്നൻ വന്ന് ജനിച്ചു എന്നുണ്ടെങ്കിലും വേറൊരു അപകടം ഉണ്ടായിന്ന്. അതെന്താന്ന് വെച്ചാൽ ആ കാലത്ത് ശംബരാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാളും അതേ മറ്റുള്ള അസുരന്മാരെ പോലെ ഗംഭീരമായിട്ട് തപസ് ചെയ്തു. ഉദ്ദേശം എന്താണ്? വീണ്ടും അതേ അമരത്വമാണ്, തനിക്ക് മരണം ഉണ്ടാവാൻ പാടില്ല, അതേ ഉദ്ദേശമുള്ളൂ.
അപ്പോൾ ആ സമയത്തും അതെ അത് കിട്ടില്ല എന്നറിയാം. അപ്പോൾ അതിന് വീണ്ടും പഴുതടയ്ക്കാൻ നോക്കി. താരകാസുരൻ മഹാദേവന്റെ പുത്രനെ കൊണ്ടേ തനിക്ക് മരണം ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ് ചോദിച്ചത്, അവിടെ പഴുതടച്ചും കൊണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ശംബരാസുരൻ എന്താണ് ചോദിച്ചത്? മഹാദേവന്റെ ക്രോധത്തിൽ പോയിട്ടുള്ള ആ ദേഹം നശിച്ചിട്ടുള്ള കാമദേവൻ തിരിച്ചു വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ശംബരാസുരൻ. അപ്പോൾ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കാമദേവനെ തന്നെ വധിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇവിടെ വരം ചോദിച്ചത് കാമദേവന്റെ കൈകൊണ്ട് മാത്രമേ എനിക്ക് മരണം സംഭവിക്കാൻ പാടുള്ളൂ എന്ന്. കാരണം ഇതാണ്, ആ പഴുതൊക്കെ അടയ്ക്കാൻ നോക്കുകയാണ്. അമരത്വം നേരിട്ട് തരില്ല എന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കുബുദ്ധി കാണിച്ചിട്ട് വഴി കാണാം. ഇതാണ് ഇവരുടെയൊക്കെ സ്വഭാവം. നമ്മളൊക്കെ അത് ശ്രദ്ധിക്കണം അല്ലേ? മരണം എന്നുള്ള ഒരു അർത്ഥത്തിലല്ലെങ്കിലും തന്നെക്കാളും ഒരാളും മുകളിൽ നിൽക്കാൻ പാടില്ല അല്ലെ, താൻ ഏറ്റവും കേമനായി നിൽക്കണം. അതന്നെയല്ലേ ഒരു അർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം. മരണം സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരവിടെ ഒരു മൂലയ്ക്ക് അത് കഴിഞ്ഞിട്ട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണെന്ന് വെച്ചാൽ വിരോധമൊന്നുമില്ല. പക്ഷെ ആ ഒരു വരം കിട്ടുമ്പോഴേക്കും അവർ പിന്നെ അഹങ്കാരത്തോടു കൂടി ലോകം മുടിക്കുന്നതാ കാണാൻ സാധിക്കുക. അപ്പൊ തന്നെക്കാളും കേമനായിട്ട് ഒരാളുണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ തടയാനുള്ള ശക്തി തനിക്ക് വേണം എന്നുള്ള ഭാവത്തിൽ ആ ഒരു സമീപനം ഉണ്ടാവുമ്പോൾ അത് ശരിക്കും നമ്മളായാലും ചിന്തിക്കുക, നമുക്ക് അങ്ങനെ ഒരു ഭാവം ഉണ്ടോ? എപ്പോഴും നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ശ്രേഷ്ഠരാവാൻ ശ്രമിക്കണം, ഉത്തമരാവാൻ ശ്രമിക്കണം. എങ്ങനെ? താൻ ഇന്നലെ എങ്ങനെയായിരുന്നു അതിലും നന്നായി ആവാൻ ഇന്ന് തനിക്ക് സാധിക്കണം. നാളെ അത് ചെയ്യുമ്പോൾ ഇന്ന് താൻ എങ്ങനെയാണോ അതിലും ഗംഭീരമായിട്ടാവാൻ സാധിക്കണം. എപ്പോഴും തന്നോട് തന്നെ മത്സരബുദ്ധി പാടുള്ളൂ. വേറൊരാളോടാണെന്നുണ്ടെങ്കിൽ ആസുരീയ ഭാവമാണെന്ന് കാണിച്ചു തരികയാണ്. എന്തായാലും ശംബരാസുരൻ ചോദിച്ചത് കാമദേവന്റെ കൈകൊണ്ട് മാത്രമേ തനിക്ക് മരണം ഉണ്ടാവാൻ പാടുള്ളൂ എന്ന്. ഇങ്ങനൊരു വരം ചോദിച്ച സമയത്ത് അത് കൊടുത്തു. അപ്പോൾ അങ്ങനെ കൊടുത്ത സമയത്ത് പിന്നെയാണ് അറിയണത്, ഉറപ്പിച്ചതാണ് കാമദേവൻ തിരിച്ചു വരില്ല എന്ന്. പക്ഷെ ഇപ്പതാ വിവരം കിട്ടി, എന്താണ്? പ്രദ്യുമ്നായിട്ട് ഭഗവാൻ കൃഷ്ണന്റെ പുത്രനായിട്ട് വന്നിട്ടുള്ളത് ഈ കാമദേവൻ തന്നെയാണെന്ന് മനസ്സിലായി എന്ന്. അപ്പോഴേക്കും പരിഭ്രമായി. പണ്ട് ആ ഭഗവാൻ ജനിച്ച സമയത്ത് കംസൻ എങ്ങനെയാണോ പരിഭ്രമം ഉണ്ടായത്, അതേപോലെ ഭഗവത് പുത്രൻ ജനിച്ചപ്പോൾ ഇവിടെ ശംബരാസുരന് പരിഭ്രമായി. എന്തായാലും അധികം അവസരമൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഭാവത്തില് ആ രുക്മിണിയുടെ അന്തപുരത്തിൽ നിന്ന് ആ പ്രസവിച്ചു വീണ ആ സമയത്ത് തന്നെ, ആ ദിവസം തന്നെ ഈ കുട്ടിയെ അവിടെ നിന്ന് അപഹരിച്ചു കൊണ്ടുപോന്നു എന്നാ പറയുന്നത്. അങ്ങനെ ആ കുട്ടിയെ കടലിലിട്ടു കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ അത്ഭുതം എന്ന് പറയാലോ, ഒരു മത്സ്യം ഈ കുട്ടിയെ വിഴുങ്ങി. കുട്ടിക്ക് അപകടമൊന്നും ഉണ്ടായില്ല. നോക്കൂ, അത് എന്തുകൊണ്ട് ഉണ്ടായില്ല? ഭഗവാന്റെ നിശ്ചയം അപകടം ഉണ്ടാവരുത് എന്നാണ് അല്ലേ? ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ജീവൻ ആപത്ത് വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തുണ്ടായാലും വേണ്ടില്ല, ഒരു കുഴപ്പമില്ലാണ്ട് ഒരു പോറലും തട്ടാതെ ഇങ്ങോട്ട് പോന്നോളും. അല്ല, ഭഗവാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ ആപത്ത് ഉണ്ടാവണം എന്നാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ രക്ഷ ഉണ്ടായിട്ടും കാര്യമില്ല, ഉറപ്പാണ് അവിടെ ആപത്ത് ഉണ്ടാവും. ഇവിടെ കാമദേവൻ രക്ഷപ്പെടണം. കാരണം ആ രതീദേവിയുടെ ആ ഒരു തപസ്, ആ ഒരു ആരാധന അല്ലെ, ശിവാരാധന, അതിൽ സന്തുഷ്ടനായിട്ടാണല്ലോ കാമദേവൻ ഇങ്ങനെ ഒരു ദേഹം കൊടുത്തത്. അപ്പൊ ആപത്തുണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനമായത് കാരണം കാമദേവന് ആ പ്രദ്യുമ്നന് അപകടമൊന്നും ഉണ്ടായില്ല. ഒരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യം ഒരു മുക്കുവൻ എടുത്ത സമയത്ത് വലിയൊരു മത്സ്യം അല്ലെ, അതിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യക്കുട്ടി ഉള്ളതൊന്നും അറിയില്ല. അപ്പോൾ തൻ്റെ രാജാവിന് കൊണ്ടേ കാണിക്കയായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കൊണ്ടേ കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ രാജാവ് ആരാ? ഇതേ ശംബരാസുരനാ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നത് കണ്ടപ്പോൾ സന്തോഷമായി. ഇയാൾ ദൂഹിച്ചതൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ പ്രദ്യുമ്നൻ ഉണ്ടാവുന്നൊന്നും. എന്തായാലും അടുക്കളയ്ക്ക് കൊടുത്തോളാൻ പറഞ്ഞു ഈ മത്സ്യത്തിന്. അടുക്കളയ്ക്ക് കൊടുത്തപ്പോൾ പണ്ടേ ഇവിടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ആർക്ക്? രതീദേവിക്ക് പ്രദ്യുമ്നൻ ഇങ്ങനെ വരും എന്നുള്ളത്. മഹാദേവന്റെ ആ അനുഗ്രഹം കൊണ്ട് രതീദേവിക്ക് അറിയാം പ്രദ്യുമ്നൻ ഇങ്ങനെ ഒരു രീതിയിൽ തൻ്റെ കയ്യിൽ എത്തിപ്പെടും എന്നുള്ളത്. അത് കാരണം തന്നെ അവിടെ ഒരു സേവക എന്നുള്ള ഭാവത്തിൽ, അവിടെ ഒരു വേലക്കാരി എന്നുള്ള ഭാവത്തിൽ ഈ രാജകൊട്ടാരത്തിൽ ആദ്യം വന്ന് നിൽക്കുന്നുണ്ട് രതീദേവി. ഈ മത്സ്യത്തിനെ തുറന്നു ആ തൻ്റെ ഭർത്താവായിട്ടുള്ള പ്രദ്യുമ്നനെ അവിടുന്ന് പുറത്തേക്ക് എടുത്തു. ആരും അറിയാതെ വളർത്തിക്കൊണ്ടുവന്നു. യുവാവായ സമയത്ത് ഈ രതീദേവിയുടെ സമീപനം ഒരു അമ്മ എന്നുള്ള ഭാവത്തിലല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ പ്രദ്യുമ്നൻ ചോദിക്കുകയാണ്, ഇതെന്താണ് ഇങ്ങനെ എന്നോട് സമീപിക്കുന്നത്? ഒരു ഭർത്താവിനോട് സമീപിക്കണ പോലെ എന്താണ് എന്നെ സമീപിക്കണമെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, അങ്ങ് കാമദേവനാണ്, ഞാൻ അങ്ങയുടെ പത്നിയായ രതീദേവിയാണ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ശ്രീകൃഷ്ണന്റെ പുത്രനായിട്ട് വന്ന് ജനിച്ചതാണ്, ശംബരാസുരൻ കൊണ്ടുവന്നതാണ്, അങ്ങയുടെ കൈകൊണ്ടാണ് ശംബരാസുരൻ വധിക്കപ്പെടേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ പുറത്തേക്ക് വന്നു. എന്നിട്ട് അവിടെ ഗംഭീരമായിട്ട് യുദ്ധം നടന്നു, ശംബരാസുരനെ വധിച്ചു. എന്നിട്ട് പത്നിയായിട്ടുള്ള ഈ രതീദേവിയോടു കൂടി തിരിച്ചാ ദ്വാരകയ്ക്ക് വന്നു എന്നാണ് പറയുന്നത്. ഇവിടെ വളരെ ആഴമുള്ള ഒരു ജീവിത പാഠം കാണിച്ചു തരുന്നുണ്ട് നമുക്ക്. എന്താന്ന് വെച്ചാൽ ഭഗവാൻ
എല്ലാറ്റിലും സർവശക്തനായിട്ടുള്ള ആളാണ്. പക്ഷെ ആ ഭഗവാന് പോലും മനുഷ്യനായി വന്നപ്പോൾ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് കാണിക്കുകയാണ്. അനേകം വർഷം മഹാദേവനെ സന്തോഷിപ്പിച്ച് ആരാധിച്ചതിന് ശേഷമാണ് രുക്മിണിക്കും കൃഷ്ണനും ഒരു പുത്രൻ ഉണ്ടായത്. ആ പുത്രൻ വന്ന് ജനിച്ച ആ ദിവസം തന്നെ ആ കുട്ടിയെ കാണാതെയായി. നോക്കൂ, അത് കഴിഞ്ഞ് 25 വർഷത്തിന് ശേഷം, യുവാവായതിനു ശേഷം പത്നി സമേതനായിട്ടാണ് ഈ കുട്ടി തിരിച്ചു ദ്വാരകയ്ക്ക് വരുന്നത്. അപ്പോൾ ആലോചിച്ചു നോക്കൂ, അങ്ങനെ വന്ന സമയത്ത് രുക്മിണി ദേവിക്ക് ദൂരം തന്നെ എന്തോ ഒരു ആഹ്ലാദം ഹൃദയത്തിൽ തോന്നി എന്നാണ് പറയണത്. ഈ യുവാവിനെ കണ്ടപ്പോൾ തൻ്റെ ആ പുത്രൻ, അന്ന് നഷ്ടപ്പെട്ട ആ പുത്രൻ ഇന്ന് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതേപോലെയൊക്കെ ഉണ്ടാവും. കാരണം എന്താ, കൃഷ്ണന്റെ അതേ ഛായയാണെന്നാ. അപ്പോൾ മനസ്സിലായി. അങ്ങനെ വന്ന് പറയുകയാണ്, ഞാൻ അങ്ങയുടെ പുത്രൻ തന്നെയാണ്. ഭഗവാനോട് രുക്മിണി ദേവിയോടും പറയുകയാണ്. രുക്മിണിക്ക് വലിയ സന്തോഷമായി. എന്നിട്ട് ആ പുത്രനെയും പുത്രവധുവിനെയും അവിടെ സ്വീകരിച്ച് അവർ സന്തോഷമായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. പണ്ട് താൻ വന്ന് ജനിച്ച സമയത്ത് തനിക്ക് ജന്മം നൽകിയ വസുദേവർക്കും ദേവകിക്കും അവർക്ക് 12 വർഷത്തിന് ശേഷമേ ഭഗവാനെ കൈക്ക് കിട്ടിയിട്ടുള്ളൂ. അതിന് ഒരു കർമ്മഫലം എന്നുള്ള രീതിയിൽ താൻ ഇത് അനുഭവിച്ച് കാണിച്ചു കൊടുത്തതാണോ എന്നും കൂടി വേണമെങ്കിൽ ചിന്തിക്കാം. അവർക്ക് 12 കൊല്ലം എടുത്തു ഭഗവാനെ കയ്യിൽ കിട്ടാൻ, പുത്രനായിട്ട് കിട്ടാന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ ഇരട്ടി സമയം 25 കൊല്ലം കഴിഞ്ഞിട്ടേ ഭഗവാന് തൻ്റെ പുത്രനെ ഓമനിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ്. എന്തായാലും ഈ ഒരു കഥ, ഇവിടെ പ്രദ്യുമ്നന്റെ ആ കഥ പറഞ്ഞു. അതിനുശേഷം ഈ പ്രദ്യുമ്നൻ തന്നെ മറ്റൊരു പത്നിയെയും കൂടി സ്വീകരിച്ചു. ആരാണ്? ഈ രുക്മിണിയുടെ തന്നെ സഹോദരനായ രുക്മി. നമ്മൾ കണ്ടിട്ടുള്ളത്, രുക്മിണിയെ കൊണ്ടുവന്നപ്പോൾ അവിടെ യുദ്ധത്തിന് പോയി എന്നൊക്കെ പറഞ്ഞില്ലേ രുക്മിയുടെ കഥ. ആ രുക്മിയുടെ പുത്രിയായിട്ടുള്ള രുക്മവതിയെ ഭഗവാൻ എങ്ങനെയാണോ രുക്മിണിയെ കൊണ്ടുവന്നത് അതേപോലെ തന്നെ അപഹരിച്ചും കൊണ്ട് രുക്മവതിയെ കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ പ്രദ്യുമ്നന് രുക്മവതിയിൽ ഉണ്ടായ പുത്രനാണ് അനിരുദ്ധൻ. അനിരുദ്ധന്റെ കഥ പറയുമ്പോഴാണ് ബാണചരിതം എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു കഥ പറയുക. ഈ ബാണന്റെ കഥ എങ്ങനെയാന്ന് വെച്ചാൽ, ബാണന്റെ കഥ ഭാഗവതത്തിൽ മാത്രമല്ല അനേകം പുരാണങ്ങളിൽ പറയുന്ന അതിവിശിഷ്ടമായിട്ടുള്ള ഒരു കഥയാണ്. അതിനെന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേകതയും കൂടി ഉണ്ടെന്നാ. സാധാരണഗതിക്ക് വിശ്വസനീയമല്ലാത്ത, അവിശ്വസനീയമായിട്ടുള്ള ഒരു ഘടകം അതിലുണ്ട്. എന്താന്ന് വെച്ചാൽ മഹാദേവനും മഹാവിഷ്ണുവും, അതായത് ശ്രീ ശിവനും അതേപോലെ ശ്രീകൃഷ്ണനും, ഇവർ രണ്ടുപേരും കൂടി അതിഗംഭീരമായിട്ട് യുദ്ധം ഉണ്ടായ കഥയാണ് ബാണചരിതം. അപ്പൊ എങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. നമ്മള് മഹാദേവൻ എന്ന് പറഞ്ഞാൽ വൈഷ്ണവാനാം യഥാശംഭു എന്ന് ഭാഗവതം തന്നെ പറയും. ഏറ്റവും വലിയ വൈഷ്ണവന്മാരിൽ വെച്ച്, ഏറ്റവും വലിയ ഭക്തന്മാരിൽ വെച്ച് ഉത്തമൻ എന്ന് പറയുന്ന ആളാണ് മഹാദേവൻ. അത്രയ്ക്ക് അധികം ശ്രീകൃഷ്ണ പ്രേമമുള്ള ആളാണ് മഹാദേവൻ. അങ്ങനെയുള്ള മഹാദേവൻ ഈ കൃഷ്ണനോട് തന്നെ യുദ്ധത്തിന് പോയി എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമല്ലേ? ഹരിയും ഹരനും തമ്മിൽ എങ്ങനെയാണ് യുദ്ധം ഉണ്ടാവുക? കാരണം ഒരേ ബ്രഹ്മത്തിന്റെ 2 സ്വരൂപങ്ങളാണ് അവർ രണ്ടുപേരും. അപ്പൊ എങ്ങനെയാണ് ആ യുദ്ധം ഉണ്ടായത്, എങ്ങനെയാണത് സംഭവിച്ചത് എന്നുള്ള കഥയ്ക്ക് കടക്കുമ്പോഴാണ് നമ്മൾ ബാണചരിതത്തിലേക്ക് കടക്കുക. അപ്പൊ ആരാണ് ഈ ബാണൻ? ബാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ 30ാമത്തെ ദശകം നാരായണീയം പറയുന്ന സമയത്ത്, വാമനചരിതം പറയുന്ന സമയത്ത് നമ്മൾ കണ്ടു മഹാബലി, ഇന്ദ്രസേന മഹാബലി എന്ന് പറയുന്ന അസുര ചക്രവർത്തിയെ നമ്മൾ കണ്ടതാണ്. ആ ഇന്ദ്രസേന മഹാബലിക്ക് അനേകം പുത്രന്മാരുണ്ടായിരുന്നു. അതിലെ മൂത്ത പുത്രനായിരുന്നു ഈ ബാണൻ. ഈ ബാണൻ മഹാദേവ ഭക്തനായിരുന്നു, ശിവഭക്തനായിരുന്നു. അങ്ങനെ ആ കഥയിലൊക്കെ പറയും, മഹാഭാരതത്തിന്റെ കൂടെ പറയുന്ന ഹരിവംശത്തിലൊക്കെ പറയും, സുബ്രഹ്മണ്യ സ്വാമി, ഭഗവാന്റെ ശിവന്റെ പുത്രനായിട്ടുള്ള ആ സുബ്രഹ്മണ്യ സ്വാമി കൈലാസത്തിൽ കളിച്ച് വളർന്നത് കണ്ടപ്പോൾ ഈ ബാണന് ആഗ്രഹം തോന്നിയെന്ന, തനിക്കും ആ മഹാദേവന്റെ പുത്രൻ എന്നുള്ള ഒരു സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ അല്ലേ. അത്രയ്ക്ക് ശിവഭക്തിയുള്ള ആളാണ്. അപ്പൊ എന്തായാലും തപസ് ചെയ്തു, മഹാദേവനെ ആരാധിച്ചു, ഭഗവാന് സന്തോഷമായി, കുറേ വരങ്ങൾ കൊടുത്തു. ഐശ്വര്യം ഉണ്ടാവാനും ശക്തി ഉണ്ടാവാനും സൗഖ്യം ഉണ്ടാവാനും ഒക്കെ ആയിട്ട് കുറേ വരങ്ങൾ കൊടുത്തു. ഹരിവംശത്തിൽ പറയും സുബ്രഹ്മണ്യന്റെ അനുജന്റെ സ്ഥാനം വരെ കൊടുത്തു എന്നാ പറയാം. കൂടെ തന്നെ 1000 കൈകൾ കൊടുത്തു എന്നാ. ഇദ്ദേഹം വലിയ യോദ്ധാവാ. അപ്പോൾ ആ യുദ്ധപ്രാവീണ്യം കൂടാൻ വേണ്ടിയിട്ട്, ബലം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ ബാണന് 1000 കൈകളും കൊടുത്തു എന്നാണ് പറയുക. അങ്ങനെ അനുഗ്രഹിച്ച ആ മഹാദേവൻ, ഇങ്ങനെ അനുഗ്രഹം കിട്ടിയപ്പോൾ ആ ബാണൻ എന്താണ് ചെയ്തത്? ആ അനുഗ്രഹത്തിനെയും ആ ഭഗവാനെ സേവിക്കാനായിട്ട് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് ചെയ്തത്? അവിടെ ആ പ്രദോഷം സമയം, നമുക്കറിയാം മഹാദേവനെ ആരാധിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ്. ആ പ്രദോഷ സമയത്ത് എല്ലാവരും ആ മഹാദേവനെ ആരാധിക്കുന്ന സമയത്ത് അനേകം വാദ്യ ഉപകരണങ്ങൾ കൊണ്ടുവന്ന്, 1000 കൈകളുണ്ടല്ലോ ഇദ്ദേഹത്തിന്, എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് വായിക്കും. ഭഗവാൻ താണ്ഡവം ആടുന്ന സമയത്ത് ഇവിടെ ഗംഭീരമായിട്ട് സംഗീതം, അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ബാണന്റെ വകയാണ്. അപ്പോൾ വലിയ സന്തോഷമായി. ക്ഷിപ്രപ്രസാദി എന്നാ പറയുക മഹാദേവനെ കുറിച്ച്. ഇങ്ങനെ ആരാധിച്ച സമയത്ത് വലിയ സന്തോഷമായി. ചോദിച്ചു, വീണ്ടും ചോദിച്ചു എന്നാ, എന്ത് വരാണ് വേണ്ടതെന്ന്.
ഇപ്പോൾ ബാണന്റെ ഭാവം മാറി. നോക്കൂ, ആ ഭക്തിയിൽ നിന്ന് അഹങ്കാരത്തേക്ക് പോകാൻ അത്ര സമയമേ വേണ്ടുള്ളൂ എന്നാ. പക്ഷെ അത് സഹിക്കാൻ സാധിക്കില്ല. ഇവിടെ ബാണൻ ചോദിക്കുകയാണ്, മഹാദേവ, എനിക്ക് ഒരു ആഗ്രഹം ഉണ്ട് എന്നാ. എന്താണ്? എൻ്റെ കാവൽക്കാരനായിട്ട് അങ്ങ് വന്നിരിക്കണം എന്നാ. ശോണിതപുരം എന്ന് പറയുന്ന തൻ്റെ നഗരിയിൽ കാവൽക്കാരനായിട്ട് മഹാദേവൻ വന്നിരിക്കണം എന്ന്. ആലോചിച്ച് നോക്കൂ, തനിക്ക് ഈ ശ്രേഷ്ഠതയും ഈ ശ്രേയസ്സും ഐശ്വര്യവും ഒക്കെ ഉണ്ടായത് ഈ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടാണ്. ആ മഹാദേവനെ തന്നെ തൻ്റെ ഒരു ഭൃത്യന്റെ സ്ഥാനത്തേക്ക്, ഒരു കാവൽക്കാരന്റെ സ്ഥാനത്തേക്ക് ചോദിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഒരു പക്ഷേ ബാണൻ അങ്ങനെ തോന്നിയത് പണ്ട് തൻ്റെ അച്ഛനായ മഹാബലിയുടെ കാവൽക്കാരനായിട്ട് വാമനമൂർത്തി ഇരുന്നിട്ടുണ്ട് അല്ലേ സുതലത്തില്. പക്ഷെ അതെങ്ങനെയായിരുന്നു? സമ്പൂർണ്ണ സമർപ്പണം, സർവം പ്രദാസി എന്ന് പറയുക മാത്രമല്ല, എല്ലാം കൊടുത്ത് തൻ്റെ ശിരസ് പോലും ആ ഭഗവാന്റെ മുൻപിൽ കുനിച്ച് സമർപ്പിച്ച്, എല്ലാം സമർപ്പിച്ചു നിന്ന ആ ഭാവത്തിലെ ആ ഭക്തനെ അനുഗ്രഹിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ അങ്ങയുടെ കാവൽക്കാരനായിട്ട് വരാമെന്ന്. ഇവിടെ എങ്ങനെയാണ്? ധിക്കാരത്തോടു കൂടി പറയുകയാണ്, മഹാദേവൻ എൻ്റെ കാവൽക്കാരനായി വരണം എന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തായാലും മഹാദേവന് സങ്കടമായി എന്നാണ്. കാവൽക്കാരനായിട്ട് പോവാനുള്ള വിഷമം കൊണ്ടൊന്നുമല്ല, അതിപ്പോ ഭഗവാന് ഭക്തന്മാരെന്ന് പറഞ്ഞാൽ അത്ര ജീവനാ, അതിനൊരു കുറച്ചിലൊന്നുമില്ല മഹാദേവന്. പക്ഷേ വിഷമായത് എന്താന്ന് വെച്ചാൽ ഇവന് അഹങ്കാരം വരുന്നുണ്ടല്ലോ എന്ന് കണ്ട സമയത്ത് ഒരു വിഷമം തോന്നി. എന്തായാലും കുഴപ്പമില്ല, ഭക്തൻ ചോദിച്ചതല്ലേ എന്നുള്ള ഭാവത്തില് ആ സപരിവാരം ആ ശോണിതപുരത്തിന്റെ പുറത്ത് വന്ന കാവൽക്കാരനായിട്ട് ഇരിക്കാൻ തുടങ്ങി എന്നാണ് പറയുക. അതിലും തീർന്നില്ല എന്നാണ് പറയുന്നത്. ഈ ബാണാസുരന് പിന്നെയും അഹങ്കാരം വർദ്ധിച്ചു. ഒരു ദിവസം ഈ മഹാദേവനോട് പോയി പറയുകയാണത്രേ, എന്താണെന്നറിയോ, ഈ 1000 കൈകൾ അങ്ങ് എനിക്ക് തന്നൂലോ, ഇതിനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നാ, വെറുതെ വൃഥാവിലായി ഇത്ര ഈ വരം തന്നത്. എന്താന്ന് വെച്ചാൽ എന്നോടിപ്പോ യുദ്ധത്തിന് വരാൻ ആർക്കും ശക്തിയില്ല, ബലമില്ല. അപ്പൊ അത് കാരണം ഇതിനിപ്പോ ഒരു പണിയൊന്നുമില്ല, ഈ 1000 കൈയിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പൊ അത് വൃഥാവിലായി. ഒരു കാര്യം ചെയ്യാം മഹാദേവ, നമുക്കൊരു കൈ നോക്കിയാലോ എന്ന് ചോദിച്ചു അത്രേ. എന്നോട് യുദ്ധത്തിന് വരുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മഹാദേവന് ദേഷ്യം വന്നു അല്ലെ. ക്ഷിപ്രപ്രസാദി എന്നുള്ള പോലെ തന്നെ ക്ഷിപ്രകോപിയാണ്. ഇവിടെ പറഞ്ഞു എന്നാണ്, നിന്റെ അഹങ്കാരം കൊണ്ടാണ് നീ ഇത് പറയുന്നത്. അനുഗ്രഹം തന്ന ആളായത് കാരണം ഞാൻ തന്നെ നിന്നോട് യുദ്ധത്തിന് വരണില്ല. പക്ഷെ നീ ഓർത്തോളൂ, നിന്റെ ഈ കൊടിക്കൂറ വീഴണ ദിവസം, നീ വിജയ പതാകയായിട്ട് ഉയർത്തിയിട്ടുണ്ടല്ലോ, ഈ പതാക വീഴണ ദിവസം, ഈ കൊടിക്കൂറ വീഴണ ദിവസം എനിക്ക് തുല്യനായ ഒരാള് നിന്നോട് യുദ്ധത്തിന് വരും, അന്ന് നിന്റെ അഹങ്കാരവും തീർന്നു കിട്ടിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ മഹാദേവൻ പറഞ്ഞു. ദുർബുദ്ധിയായ ബാണൻ മനസ്സിലായില്ല ശാപാണെന്നൊന്നും. അയാൾ സന്തോഷിച്ചിരുന്നു, കൊടിക്കൂറ വീണതും കാത്ത് ഉള്ളിക്ക് പോയി എന്നാണ് പറഞ്ഞത്. എന്തായാലും ഭഗവാൻ മഹാദേവൻ അത്രയ്ക്ക് സ്നേഹമുള്ള ആളാ അല്ലെ, പറഞ്ഞില്ലേ, ഭക്തന്മാരോട് അത്രയും വാത്സല്യ. അപ്പൊ ഒന്ന് ചവിട്ടി പിടിച്ചിട്ടേ ഒരു ഉള്ളൂ, ആ ഒരു ഭാവേ ഉള്ളൂ. പക്ഷെ ഭഗവാൻ ഗുരുവായൂരപ്പൻ അങ്ങനെയല്ല എന്നാ. മമ്മിയൂരപ്പൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പന് തീരെ സഹിക്കാൻ പറ്റില്ല, അഹം എന്നുള്ള ഭാവം തീരെ സഹിക്കാൻ പറ്റില്ല. മാത്രല്ല ഇത് ആരാണ്? പ്രഹ്ലാദന്റെ കൊച്ചുമകനാണ് അല്ലെ. പ്രഹ്ലാദൻ ഈ ബാണാസുരന്റെ മുതുമുത്തശ്ശനാണ്. അന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്, നരസിംഹായി വന്ന സമയത്ത് പ്രഹ്ലാദന്റെ വംശത്തിൽ ഒരാളെയും നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നാശം എപ്പോഴാണ് സംഭവിക്കുക? അഹങ്കാരം വരുമ്പോഴാണ് നാശം സംഭവിക്കുക. അപ്പൊ നശിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഹങ്കാരം വരാൻ സമ്മതിക്കില്ല എന്ന്. ഇപ്പൊ ഇവിടെ ബാണാസുരന് അഹങ്കാരം വന്നു എന്ന് കണ്ടപ്പോ ഭഗവാൻ അവിടെ ഇരിക്കപ്പുറത്തില്ലാതെയായിന്ന പ്രഹ്ലാദന് വാക്ക് കൊടുത്തിട്ടുള്ളതാ. അങ്ങനെ ആ പ്രഹ്ലാദന്റെ കൊച്ചുമകനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കൊച്ചുമകനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു ഭഗവാൻ. എങ്ങനെയാണ്? പ്രഹ്ലാദന്റെ കൊച്ചുമകൻ ഇന്ദ്രസേനന്റെ പുത്രനായിട്ടുള്ള ഈ ബാണാസുരനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കൊച്ചുമകനായ അനിരുദ്ധനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ആ കഥയ്ക്ക് കടക്കുന്നത്. അതായത് എങ്ങനെയാണ് അനിരുദ്ധൻ ഇതിലേക്ക് അങ്ങോട്ട് ഫിറ്റ് ആവണം, ഈ പസിലിലേക്ക് എങ്ങനെയാണ് ഫിറ്റ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാന്ന് വെച്ചാൽ, ഈ ബാണാസുരൻ ഒരു പുത്രി ഉണ്ടായിരുന്നു, ഉഷ എന്നാണ് ഈ പുത്രിയുടെ പേര്. ഈ രാജകുമാരിയായ ഉഷ ഒരു ദിവസം കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എണീറ്റിട്ട് അങ്ങോട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ കൂടെ ചിത്രലേഖ എന്ന് പറയുന്ന കൂട്ടുകാരിയുണ്ട്. ചിത്രലേഖ ഈ ബാണാസുരന്റെ മന്ത്രിയുടെ പുത്രിയാണ്, കുംഭാണ്ഡൻ എന്ന് പറയുന്ന മന്ത്രിയുടെ പുത്രിയാണ്. അപ്പൊ ഇവര് വലിയ കൂട്ടുകാരാ. പെട്ടെന്ന് ഈ രാജകുമാരി എണീറ്റിട്ട് അങ്ങോട്ട് കരയാൻ തുടങ്ങിയപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പോയി എന്ന് പറഞ്ഞിട്ടാ കരയണേ. എന്താ പോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു, കണ്ണ് തുറന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഞാൻ സ്വപ്നം കണ്ടു എന്നാ. മനോഹരനായിട്ടുള്ള അല്ലെ, കാമദേവനെ പോലും വെല്ലണ സൗന്ദര്യത്തോടു കൂടിയിട്ടുള്ള ഒരു രാജകുമാരൻ, അവനുമായിട്ട് രമിക്കുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടത്. പക്ഷെ പെട്ടെന്ന് ആ രാജകുമാരൻ എൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് പോയി, അതാണ് ഞാൻ സ്വപ്നം കണ്ടത്. എനിക്ക് ഇപ്പൊ വേണം ആ രാജകുമാരനെ എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി എന്നാ
പറയുന്നത്. അപ്പൊ ആരാ രാജകുമാരൻ, ഏത് രാജ്യത്തെയാണ്, പേരെന്താണ്, ഇതൊന്നും അറിയില്ല, സ്വപ്നത്തിൽ കണ്ടതല്ലേ. അപ്പോൾ അന്ന് ഗൂഗിൾ ആയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയിട്ടുണ്ടായിരുന്നത് ഈ ചിത്രലേഖയാണ്. ചിത്രലേഖ എന്താ ചെയ്തത്, ഗംഭീരമായിട്ട് ചിത്രം വരയ്ക്കും, പേര് പോലെ തന്നെ. അതേപോലെ മായാപ്രയോഗം നല്ലോണം ഉണ്ട്, അസുരന്മാരുടെ വംശത്തിലാണല്ലോ, അപ്പോൾ മായാപ്രയോഗം നല്ലോണം ഉണ്ട്. അപ്പോൾ ചിത്രം വരച്ച് അന്നുണ്ടായിരുന്ന ആ യുവാക്കന്മാര്, അന്നുണ്ടായിരുന്ന ആ സുന്ദരന്മാരായിട്ടുള്ള പുരുഷന്മാരുടെ എല്ലാവരുടെയും ചിത്രം വരച്ച് കാണിച്ചു കൊടുത്തു. ഇതാണോ ചോദിക്കും, ഇതല്ല. ഇതാണോ, ഇതല്ല. ഇങ്ങനെ എല്ലാവരുടെയും അങ്ങനെ ചിത്രം വരച്ചു. അവസാനം അനിരുദ്ധനെ വരച്ചു എന്നാണ്. ഭഗവാന്റെ പൗത്രനായിട്ടുള്ള, പ്രദ്യുമ്നന്റെ പുത്രനായിട്ടുള്ള അനിരുദ്ധനെ വരച്ചു. അനിരുദ്ധനെ വരച്ചപ്പോൾ പറഞ്ഞു, അത് ഇയാൾ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കരയാൻ തുടങ്ങി. ഇപ്പൊ വേണം അനിരുദ്ധനെ എനിക്ക് എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങിയ. അപ്പോൾ ഈ ചിത്രലേഖ പറഞ്ഞല്ലോ മായാപ്രയോഗമൊക്കെ നല്ലോണം ഉണ്ട്. എന്ത് ചെയ്തു, മനസ്സിലായി ദ്വാരകയില് ഭഗവാന്റെ പൗത്രനായിട്ടുള്ള അനിരുദ്ധനാണ്. ദ്വാരകയിൽ ചെന്നു, ആരും അറിയാതെ മായാപ്രയോഗത്തിലൂടെ അനിരുദ്ധനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അയാൾ അവിടെ കിടന്നുറങ്ങുമായിരുന്നു, അയാൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ ആരും അറിയാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ദ്വാരകയിൽ ആരാ ഉള്ളത്, ഭഗവാനാണുള്ളത്. ഭഗവാൻ അറിയാതെ കൊണ്ടുവന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭഗവാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ പറ്റൊന്നുമില്ല. എന്തായാലും ചിത്രലേഖ അങ്ങനെ കൊണ്ടുവന്നു. അനിരുദ്ധനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. പിറ്റേ ദിവസം ഇയാൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ വീട്ടിലല്ല, വേറെ ഏതോ ഒരു രാജ്യത്താണ്, കൊട്ടാരത്തിലാണ്. മുന്നിലിതാ നിൽക്കണു അതിസുന്ദരിയായിട്ടുള്ള ഉഷ. ഇങ്ങനെ ഉഷ ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ അവർ ഗാന്ധർവ വിധി പ്രകാരം വിവാഹം ചെയ്ത് അവിടെ കഴിഞ്ഞുകൂടാൻ തുടങ്ങി. പക്ഷെ ഇതൊന്നും ബാണനോട് പറഞ്ഞിട്ടില്ല, അച്ഛനായ ബാണാസുരനോട് പറഞ്ഞിട്ടില്ല. ഒരു ദിവസം ബാണാസുരൻ ഈ പുത്രിയുടെ ആ അന്തപുരത്തിലേക്ക് കയറി ചെന്നപ്പോൾ എന്താ കണ്ടത്, ഇവള് ഈ അനിരുദ്ധനുമായിട്ട് രമിക്കുന്നതാണ് കണ്ടത്. അപ്പൊ ദേഷ്യം വന്നു അല്ലെ, താൻ അറിയാതെ ഈ രീതിയിൽ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് കണ്ടപ്പോൾ ആദ്യം ഒരു അമ്പരപ്പൊക്കെ ഉണ്ടായി. കാരണം കാമദേവന്റെ പുത്രനാണേ, അത്രയധികം സൗന്ദര്യമുള്ള ആളാ. അപ്പോൾ ഇവളുടെ സെലക്ഷൻ എന്തായാലും അച്ഛന് ഇഷ്ടമായി, പക്ഷെ പറയാതെയാണ് ചെയ്തത്, അധർമ്മമാണ് ചെയ്തത്. അപ്പൊ അത് കാരണം ശിക്ഷിക്കണം എന്നുള്ള ഭാവത്തില് ഈ അനിരുദ്ധനെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് അവിടെ ബന്ധനസ്ഥനാക്കി, തടവിലിട്ടു. ഈ വിവരം ഭഗവാൻ അറിഞ്ഞു. ശ്രീനാരദ മഹർഷി പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞു, അങ്ങയുടെ പൗത്രനായിട്ടുള്ള അനിരുദ്ധൻ ഇപ്പൊ എവിടെയാണെന്ന് അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ അയാളിപ്പോ എവിടെയെങ്കിലും അയാളുടെ കൊട്ടാരത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അവിടെയൊന്നും ഇല്ല, ബാണന്റെ കൊട്ടാരത്തിലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കഥ എന്ന് ശ്രീനാരദ മഹർഷി പറഞ്ഞു കൊടുത്തു എന്നാണ്. അത് കേട്ടപ്പോൾ ഭഗവാൻ ആ അനിരുദ്ധനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യാദവ സൈന്യത്തോടു കൂടി പുറപ്പെട്ടു. അവിടെ ചെന്ന സമയത്ത് കൊട്ടാരത്തിന്റെ മുൻപിൽ തന്നെ നിൽക്കുന്നുണ്ട്. ആരാ നിൽക്കുന്നത്, കാവൽക്കാരനായിട്ട് മഹാദേവൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഗംഭീരമായിട്ടൊരു യുദ്ധം തുടങ്ങി. അതാണ് പറഞ്ഞത്, മഹാദേവനും മഹാവിഷ്ണുവും തമ്മിൽ, ആ കൃഷ്ണസ്വരൂപനായിട്ടുള്ള മഹാവിഷ്ണുവും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായി എന്ന് പറഞ്ഞല്ലേ, അത് ഈ യുദ്ധമാണ്. ബാണനും വന്നു യുദ്ധത്തിന്. അവിടെ മേൽപ്പത്തൂർ പറയുന്നുണ്ട് ഗംഭീരമായിട്ടാണ് യുദ്ധം. ഇവിടെ ബാണാസുരൻ ഭഗവാന്റെ സാരഥിയായിട്ടുള്ള സാത്യകിയോടാണ് യുദ്ധം ചെയ്യുന്നത്. ഈ പ്രദ്യുമ്നനോട് യുദ്ധം ചെയ്യുന്നത് സുബ്രഹ്മണ്യ സ്വാമി തന്നെയാണ്. ഭഗവാനും മഹാദേവനും തമ്മിലാണ് യുദ്ധം. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം പറയാൻ ഇനി വാക്കുകളില്ല. എന്തായാലും ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത് എങ്ങനെയാ, മഹാദേവൻ തൽക്കാലം തോൽക്കണം. ഉദ്ദേശം എന്താ, ബാണാസുരന്റെ അഹങ്കാരം തീർക്കണം. അപ്പൊ അതിനുവേണ്ടി ബാണാസുരനെ സംരക്ഷിക്കണം, മഹാദേവൻ തോറ്റേ തീരുള്ളൂ. അത് കാരണം ഇവര് തമ്മിലൊരു അറേഞ്ച്മെന്റ് ഉണ്ട്, ഈ മഹാവിഷ്ണു മഹാദേവനും. കാരണം രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ അത് കാരണം മഹാദേവൻ തോൽക്കണം എന്ന് ആദ്യം തീരുമാനിച്ചത് പ്രകാരം സമോഹനാസ്ത്രം ശ്രീകൃഷ്ണൻ അയച്ച സമയത്ത് മഹാദേവൻ അവിടെ മോഹാലസ്യപ്പെട്ട് വീണു എന്ന് നടിച്ചു. അത് ഓർക്കണം നമ്മൾ. ഒരിക്കലും ശിവനും വിഷ്ണുവും തമ്മിൽ ആരാണ് കൂടുതൽ ശ്രേഷ്ഠൻ, ആരാണ് കൂടുതൽ ശക്തിമാൻ എന്നുള്ളൊരു ചോദ്യം അവിടെ വരണില്ല. ഒരാള് തന്റെ ആ പ്രതിബിംബത്തിനെ നോക്കിയിട്ട് ആരാണ് കൂടുതൽ ശക്തി എന്ന് ചോദിച്ചാൽ എങ്ങനെ അതിനൊരു ഉത്തരം ഉണ്ടാവുക? അതേപോലെ തന്നെ ഇതുള്ളൂ, രണ്ട് സ്വരൂപം സ്വീകരിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതെപ്പോഴും ഓർക്കണം. എന്തായാലും മഹാദേവൻ അങ്ങനെ നടിച്ചു, താൻ തോറ്റു എന്നുള്ള ഭാവത്തിൽ മോഹാലസ്യപ്പെട്ട് അവിടെ വീണു. ഈ സമയത്ത് മറ്റുള്ള ആ മഹാദേവ സൈന്യത്തിലുള്ള ഭൂതഗണങ്ങളായാലും ശരി, എല്ലാവരും അവിടെ തോൽക്കുകയാണ് ആ ഭഗവാന്റെ യാദവ സൈന്യത്തിന്റെ മുൻപിൽ. ശിവജ്വരം വന്നിട്ട് വിഷ്ണുജ്വരമായിട്ട് യുദ്ധത്തിന് നിൽക്കുന്നുണ്ട്. വിഷ്ണുജ്വരത്തിന്റെ ആ ശക്തിയിൽ തപിച്ചു പോണുണ്ട്. അങ്ങനെ തപിച്ചു പോണ സമയത്ത് താൻ നശിക്കാറായി എന്ന് കാണുമ്പോൾ ശിവജ്വരം വന്നിട്ട് ഭഗവാന്റെ കാൽക്കൽ വന്ന് ശരണം പ്രാപിക്കുകയാണ്, കൃഷ്ണനെ വന്ന് ശരണം പ്രാപിക്കുകയാണ്. അങ്ങനെ അനുഗ്രഹിക്കുന്നുണ്ട്. ഈ ഭാഗം വളരെ പ്രസിദ്ധമാണ് ഭാഗവതത്തില്. ജ്വരസ്തുതി എന്ന് പറഞ്ഞിട്ടൊരു 3 ശ്ലോകങ്ങളുണ്ട്. ആ 3 ശ്ലോകങ്ങൾ ആരാണോ ഇവിടെ പറയുന്നുണ്ട്, ആ 3 ശ്ലോകങ്ങൾ ഈ ജ്വര, ആ ഭഗവാനെ ശിവജ്വരം വന്നിട്ട് ഭഗവാനെ സ്തുതിക്കണ ആ ഒരു ഭാഗം ആരാണോ എന്നും സ്മരിക്കണത്, ആ
മന്ത്രങ്ങൾ അല്ലെങ്കിൽ ആ ശ്ലോകം ജപിച്ചുകൊണ്ട് ആരാണ് ഭഗവാനെ ഉപാസിക്കുന്നത് അവർക്ക് ജ്വരബാധ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഫലശ്രുതി അവിടെ പറയുന്നത് കേൾക്കാം. എന്തായാലും അങ്ങനെ ഗംഭീരമായിട്ട് യുദ്ധം ഇവിടെ പറയുന്നു. 500 വില്ലും കൊണ്ട് വീണ്ടും ബാണാസുരൻ വന്നു, അതെല്ലാം നശിപ്പിച്ചു വിട്ടു. എന്നിട്ട് മഹാദേവനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ പറഞ്ഞല്ലോ, മഹാദേവൻ അവിടെ മോഹാലസ്യപ്പെട്ട് വീണു. അവസാനം ഭഗവാൻ ചക്രായുധം എടുത്തിട്ട് പിന്നെയും യുദ്ധത്തിന് വന്ന ബാണന്റെ ഓരോ കൈകളായിട്ട് വെട്ടി വീഴ്ത്താൻ തുടങ്ങി എന്നാ പറയാ. അങ്ങനെ 1000 കൈകൾ ഉണ്ടായിരുന്ന ഈ ബാണാസുരന്റെ ഓരോ കൈയായി വീഴ്ത്തി 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 അവസാനം 4 കൈകൾ മാത്രമായി, 2 ഭാഗത്തും ഈ 2 കൈകൾ. ആ സമയത്ത് മോഹാലസ്യപ്പെട്ട് വീണതാണെന്നുള്ള ആ ഒരു നാട്യം മറച്ചു വെച്ചുകൊണ്ട് മഹാദേവൻ വീണ്ടും ഉണർന്നു വന്നു. എന്നിട്ട് ഭഗവാനോട് ശരണം പ്രാപിക്കുകയാണ്, അരുതേ എൻ്റെ ഭക്തനെ വധിക്കരുത്, ആ 4 കൈ അവന് ഉണ്ടായിക്കോട്ടെ, അതുകൊണ്ട് ഇനി അവൻ അപകടമൊന്നും കാണിക്കില്ല, അത് ഞാൻ വാക്ക് തരികയാണ്, അങ്ങ് ആ ഭക്തനെ അനുഗ്രഹിക്കണേ, വെറുതെ വിടണേ എന്ന് പറഞ്ഞപ്പോൾ മഹാദേവന്റെ ആ ഇച്ഛ പ്രകാരം ഇവിടെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ബാണാസുരനും അതേ അഹങ്കാരമൊക്കെ നീങ്ങി ഭഗവാനെ നമസ്കരിക്കണു. ഇവിടെ ഉഷയെ അനിരുദ്ധന്റെ കൂടെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഗംഭീരമായിട്ട് ദ്വാരകയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മേൽപ്പത്തൂരിന്റെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രയോഗമുണ്ട്. ശ്രീകൃഷ്ണ അവതാരം എന്തുകൊണ്ട് എല്ലാറ്റിലും മുകളിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ദേവഭാവങ്ങളെയും ഇവിടെ തോൽപ്പിച്ചതായിട്ട്, തോൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെന്ന് കാണരുത് കേട്ടോ, മറ്റുള്ള ഭാവങ്ങളിലൊക്കെ മുകളിൽ ശ്രേഷ്ഠമായി നിൽക്കുന്നത് ശ്രീകൃഷ്ണ ഭാവമാണെന്ന് കാണിച്ചു തരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കണു മേൽപ്പത്തൂര്. എങ്ങനെ? ഇന്ദ്രനെ തന്നെ 2 തവണ മതം അടക്കിയത് നമ്മൾ കണ്ടതാ. ഒന്ന് ഗോവർദ്ധന ഉദ്ധാരണത്തിന്റെ സമയത്ത്, 2 പാരിജാതം കട്ടുകൊണ്ടുവന്ന സമയത്ത്. ഈ 2 സമയത്തും ഇന്ദ്രന് വന്ന അഹങ്കാരം തീർത്തു. പിന്നെ നന്ദഗോപര് ആ വരുണലോകത്ത് പോയ സമയത്ത് വരുണനെ അവിടെ അനുഗ്രഹിച്ച് വരുണനെ ജയിച്ചതായിട്ട് കാണിച്ചു. പിന്നെ ആ ഗുരുപുത്രനെ തിരിച്ചു കൊണ്ടുവന്നു, മരിച്ചുപോയ ഗുരുപുത്രനെ കൊണ്ടുവന്നുകൊണ്ട് കാലനെ യമനെ ജയിച്ചതായിട്ട് കാണിച്ചു. ദാവാഗ്നി പാനം ചെയ്തു. പണ്ട് കാട്ടുതീയില് ഗോപന്മാര് പെട്ട സമയത്ത് ആ കാട്ടുതീ മുഴുവൻ കുടിച്ചുകൊണ്ട് അഗ്നിയെയും താൻ ജയിച്ചതായിട്ട് ഭഗവാൻ കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് ബ്രഹ്മമോഹനം എന്ന് പറയുന്ന ലീലയില് ബ്രഹ്മാവിനെ അവിടെ അനുഗ്രഹിച്ചതായിട്ട്, ബ്രഹ്മാവിന്റെ അതേ അഹങ്കാരം തീർത്തു കൊടുത്തതായിട്ട് കാണിച്ചു, ബ്രഹ്മാവിനെയും ജയിച്ചതായിട്ട് കാണിച്ചു. ഇപ്പതാ ബാണാസുരന്റെ കഥയില് മഹാദേവൻ എന്നുള്ള സ്വരൂപത്തിലുള്ള ആ ദേവനെ അതെ ജയിച്ചുകൊണ്ട് മഹാദേവനെയും ജയിച്ചതായിട്ട് കാണിച്ചു. ഇത് കാരണമാണ് ശ്രീകൃഷ്ണ സ്വരൂപത്തിന് ഏറ്റവും അധികം ശ്രേഷ്ഠമായിട്ടുള്ള ഭാവം ഭഗവാന്റെ എന്ന് പറയാൻ കാരണം എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അത് ഒരിക്കലും വേറെ വേറെയായി എന്നാലും കാണരുത് നമ്മൾ. കാരണം ഭഗവാൻ തന്നെ അനേകം സ്വരൂപങ്ങൾ സ്വീകരിച്ചു, അതിൽ ഒന്നിന് കൂടുതൽ ശ്രേയസ്സായിട്ട് ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് ലീലകളിലൂടെ ഭഗവാൻ കാണിച്ചു തന്നു എന്ന് മാത്രം. അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണ സ്വരൂപം, അത് മേൽപ്പത്തൂരിന്റെ അഭിപ്രായം ആണേനും ശ്രീകൃഷ്ണനാണ് ഏറ്റവും ശ്രേഷ്ഠതം. കാരണം അദ്ദേഹത്തിന് കൂടുതൽ പ്രിയം അല്ലെങ്കിൽ കൂടുതൽ അടുപ്പം ആ ശ്രീകൃഷ്ണ ഭാവത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും പിന്നെ ഒരു ശ്ലോകം കൊണ്ടാണ് നൃഗചരിതം എന്ന് പറയുന്ന ഭാഗം നമുക്കറിയുന്നതാണ്. നൃഗൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനേകം ദാനങ്ങൾ ചെയ്യും, പശുദാനം ചെയ്യും. ഈ ദാനം ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കർമ്മം തന്നെയാണ്. മറ്റുള്ളവർക്ക് തനിക്ക് ഭഗവാൻ അധികമായി തന്ന ഐശ്വര്യം അത് അധികമാണ് എന്ന് മനസ്സിലാക്കിയും കൊണ്ട് അത് മറ്റുള്ളവർക്ക് നന്മയ്ക്കായിക്കോട്ടെ എന്ന് കരുതിയും കൊണ്ട് താൻ ആ അഹന്ത എന്നുള്ള ഭാവം ഉണ്ടാവാതെ, അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ശ്രദ്ധിക്കണം എന്നുള്ളത് കാരണം. അഹങ്കാരം എന്നുള്ള ബോധം ഉണ്ടാവാനേ പാടില്ല. നമ്മൾ പറയില്ലേ, ഒരു കൈ കൊടുക്കണത് മറ്റേ കൈ അറിയാൻ പാടില്ല എന്നാ പറയാ. അത്രയ്ക്ക് പ്രത്യേകത ഉണ്ട് ആ ഒരു ഭാവത്തിന്, ദാനത്തില്. അപ്പോൾ അങ്ങനെ ആ ദാനം കൊടുക്കുക എന്നുള്ളതാണ് ശ്രേഷ്ഠം എന്ന് പറയുക. പക്ഷെ ഇദ്ദേഹത്തിന് അഹങ്കാരം ഉണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഒരു ബ്രാഹ്മണന് പശുവിനെ കൊടുത്തു, ദാനമായിട്ട് കൊടുത്തു. അങ്ങനെ കൊടുത്ത സമയത്ത് അയാൾ അതെവിടെയോ അത് പോണ വഴിക്ക് എവിടെയോ അദ്ദേഹം കാല് കഴുകാനോ നദിയിൽ എന്തിനോ പോയതായിരുന്നു. ആ സമയത്ത് ഈ പശു ഇതറിയാതെ തിരിച്ച് കൊട്ടാരത്തേക്ക് തന്നെ പോയി. ഈ പശുവിനെ തന്നെ എടുത്ത് വേറൊരു ബ്രാഹ്മണന് ദാനം ചെയ്തു കൊടുത്തു. അപ്പൊ ഈ 2 ബ്രാഹ്മണന്മാരും കൂടി കണ്ടപ്പോൾ ഇത് എന്റെ പശുവാണല്ലോ. അപ്പൊ അയാൾ മറ്റേ പറയും, ഇല്ല അത് എന്റെ പശുവാണ്, രാജാവ് എനിക്ക് തന്നതാണ്, അല്ല രാജാവ് എനിക്ക് തന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവര് തമ്മിൽ തർക്കായി. ഈ പശുവിനെയും കൊണ്ട് രാജാവിന്റെ അടുത്തേക്ക് പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇതാണ് സംഭവം. അപ്പോഴാണ് അമളി മനസ്സിലായത്. ഒരാൾക്ക് തന്നെ അല്ല, ഒരു പശുവിനെ തന്നെ 2 ആൾക്കായിട്ട് അറിയാതെ ദാനം ചെയ്തു. ശരി, അറിയാതെ പറ്റിയതാണ്. അപ്പൊ ആ തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് അവിടെ എന്താ വെച്ചാൽ പ്രതിവിധി ചെയ്യാണ് വേണ്ടത്. പക്ഷെ ഇയാൾക്ക് ദാനം ചെയ്ത് അഹങ്കാരം വന്നു എന്നാണ്. അഹങ്കാരം വന്നപ്പോ എന്താ, അതിപ്പോ ഒരു അബദ്ധം പറ്റിയതല്ലേ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്, ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ ഞാൻ 100 പശുവിനെ തരാം. തെറ്റ് ഏറ്റു പറഞ്ഞിട്ടല്ല അത് പറയണത്. തൻ്റെ ആ ഒരു കേമത്തം, തനിക്ക് ഇനിയും വേണമെങ്കിൽ 100 എണ്ണം തരാനുള്ള
സ്വാധീനമുണ്ട്, തനിക്ക് അതിനുള്ള ശക്തി ഉണ്ടെന്ന് കാണിച്ചും കൊണ്ടായപ്പോൾ ഈ ബ്രാഹ്മണന്മാര് ഒരു പശുവിനെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവരുടെ മനസ്സിലുണ്ടായ ആ വിഷമം ഇദ്ദേഹത്തിന് ശാപമായിട്ട് വന്നു. അതായത് തെറ്റ് ചെയ്യണതിലും വലിയ തെറ്റാണ് ആ തെറ്റിനെ അംഗീകരിക്കാതെ അതിനെ ന്യായീകരിക്കണമെന്ന് അർത്ഥം. അതാണ് ഇവിടെ നൃഗൻ ചെയ്തത്. അതിനുള്ള ആ ശിക്ഷയായിട്ട് ഒരു ഓന്തായിട്ട് വന്ന് ജനിക്കേണ്ടി വന്നു. ഈ ഓന്ത് ഒരു പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന സമയത്താണ് ഭഗവാന്റെ പുത്രന്മാരും പൗത്രന്മാരും എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഓന്തിനെ കണ്ടു. ഭഗവാനും കാണിച്ചു കൊടുത്തു. അങ്ങനെ ഭഗവാൻ ഈ ഓന്തിനോട് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു കൊടുക്കണ കഥയാണ് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്ന്. അപ്പോൾ ഭഗവാൻ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, നോക്കൂ, ബ്രാഹ്മണന്മാരെ എപ്പോഴും മാനിക്കണം, ബഹുമാനിക്കണം, ഒരിക്കലും നമുക്ക് അഹങ്കാരം എന്നുള്ള ഭാവം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഭഗവാനുമായിട്ട് അവിടെ ആ ഒരു അടുപ്പം വന്ന സമയത്തേക്ക് ഭഗവാൻ ഈ കഥ പറഞ്ഞു കൊടുത്തപ്പോഴേക്കും ഇദ്ദേഹത്തിന് മോക്ഷം കിട്ടുകയും ചെയ്തു എന്നാണ് പറയുക. അപ്പോൾ ബ്രാഹ്മണന്മാരെ മാനിക്കണം എന്നുള്ള പാഠം പറഞ്ഞു കൊടുത്തു. ദ്വിജഭക്തി ഉണ്ടാവണം എന്നാ പറയണത്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആരാ? ആ ഒരു വംശത്തിൽപ്പെട്ട ആള് അല്ലെങ്കിൽ ആ ഒരു ജാതിയിൽപ്പെട്ട ആളെന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ എടുക്കരുത്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിനെ അറിയുന്ന ആളാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഭഗവാനാ. ബ്രഹ്മത്തിനെ അറിയാന്ന് പറഞ്ഞാൽ ഭക്തിയാ. അതായത് ഭക്തന്മാരെ ഒരിക്കലും ഉപദ്രവിക്കരുത്, അവർക്ക് വേണ്ട മാന്യത കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ഒരാളെ കാണുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് ഐഡന്റിഫിക്കേഷൻ മാർക്കൊന്നും ഇല്ലല്ലോ, ഇയാൾ ഭക്തനാണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ എല്ലാവരെയും മാനിക്കുക, ആരും ഉപദ്രവിക്കാതിരിക്കുക. അപ്പൊ അതിൽ ഭക്തന്മാരുണ്ടെങ്കിൽ അവരും അതേ നമ്മളെ ഉപദ്രവിക്കുന്ന ആ സംഭവം ഉണ്ടാവണേ ഇല്ല, ചോദ്യം ഉണ്ടാവണില്ല അല്ലെ. അപ്പൊ ആ ഒരു ഭാവത്തിലാവണം എന്ന് കാണിക്കുകയാണ്, ഒരു സൂചനയാണ് കാണിച്ചു തരുന്നത് ഈ നൃഗചരിതം, നൃഗന്റെ കഥ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഭാഗം കൂടി പറഞ്ഞ അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടാണ് ഈ ദശകം ഇവിടെ സമർപ്പിക്കുന്നത്. എന്തായാലും ഈ ദശകോതെ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാം. വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥയാണ് ബാണചരിതമൊക്കെ. എത്ര ഭംഗിയായി പറയാൻ സാധിച്ചു എന്നറിയില്ല. എന്തായാലും തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ സജ്ജനങ്ങൾ പൊറുക്കണം. ഈ ഭാഗവതെ ഭഗവാന്റെ കാൽക്കൽ ചൊല്ലി സമർപ്പിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. പ്രദ്യുമ്നോ രൗക്മിണേയസ്സ ഖലു തവ കലാശംബരേണാഹൃതസ്തം ഹത്വാരത്യാസഹാപ്തോ നിജപുരമഹരദ്രുഗ്മി കന്യാം ച ധന്യാം തത്പുത്രോധാനിരുദ്ധോ ഗുണനിധിരവഹദ്രോചനാം രുക്മി പൗത്രീം തത്രോദ്വാഹേ ഗതസ്ത്വാമ്യവധിമുസലിനാ രുക്മ്യപിദ്യൂതവൈരാത് ബാണസ്യ സാബലിസുതസ്യ സഹസ്രബാഹോ മാഹേശ്വരസ്യ महिता दुहिता किलोषा त्वत्पौत्रमेनमनिरुद्धमदृष्टपूर्वं स्वप्ने अनुभूय भगवन् विरहातुराभूत् योगिन्यदीव कुशला खलु चित्रलेखा तस्या सखी विलिखति तरुणानशेषान् तत्रानिरुद्धमुषया विदितं निशायाम् आनिष्टयोगबलतो भवतो निकेतात् कन्यापुरे दयितया सुखमारमन्दं चैनं कथञ्जन बबन्धुषि शर्वबन्धौ श्रीनारदोक्ततदुदन्ददुरन्दरोषै त्वं तस्य शोणितपुरं यदुभिर्न्यरुन्धा पुरीपालशैलप्रियदुहितृनाथोऽस्य भगवान् समं भूतव्रादै यदुबलमशङ्गं निरुरुधे महाप्राणो बाणो झटिति युयुधानेन युयुधे गुहप्रद्युम्नेन त्वमपि पुरहन्द्राजघटिषे निरुद्धाशेषास्त्रे मुमुहुषितवास्त्रेण गिरिशे द्रुता भूता भीता प्रमथकुलवीरा प्रमथिता परास्कन्दत्स्कन्दः कुसुमशरबाणैश्च सचिवः सकुम्भाण्डो भाण्डं नवमपि बलेनाशु बिभिदे चापानां पञ्चशत्या प्रसभमुपगते छिन्नचापे अथ बाणे व्यर्थे याते समेतो ज्वरपतिरशनैरज्वरित्वज्वरेण ज्ञानी स्तुत्वाथ दत्त्वा तव चरितजुषां विज्वरं सज्वरोगात् प्रायोऽन्तर्ज्ञानवन्दोऽपि च बहुतमसा रौद्रचेष्टा हि रौद्रा
ബാണം നാനായുധോഗ്രം പുനരഭിപതിതം ദർപ്പദോഷാദ്വിതന്വൻ നിർലൂനാശേഷദോഷം സപതി ബുബുധുഷാ ശങ്കരേണോപഗീത തദ്വാചാശിഷ്ടബാഹുദ്വിതയമുഭയതോ നിർഭയം തത്പ്രിയം തം മുക്ത്വാ തദ്ദത്തമാനോ നിജപുരമഗമഃ സാനിരുദ്ധ സഹോഷ മുഹുസ്താവച്ഛക്രം വരുണമജയോ നന്ദഹരണേ യമം ബാലാനീതോദവദഹനപാനെ അനിലസഖം വിധിം വത്സസ്തേ യേ ഗിരിശമിഹ ബാണസ്യ സമരേ വിഭോ വിശ്വോത്കർഷീ തദയമവതാരോ ജയതി തേ ദ്വിജരുഷാകൃകലാസവപുർധരം നൃഗനൃപം ത്രിദിവാലയമാപയൻ നിജജനേ ദ്വിജഭക്തിമനുത്തമാം ഉപദിശൻ പവനീശ്വര പാഹി മാം. ഗുരുവായൂരപ്പ ശരണം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു.